ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ഛത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ വേളയിലാണ്. ഈ ദിവസത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക്. ഈ ഒരു ഗ്രൗണ്ടിലാണ് എപ്പോഴും ഇവിടെ മിനിക്കോയ് ദ്വീപിൽ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യക്കേടാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ, അതായത് 14-ാം തീയതി പെയ്ത മഴയിൽ, 13-ാം തീയതി രാത്രിയും 14-ാം തീയതിയിലൊക്കെ പെയ്ത മഴയിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു സ്റ്റേഡിയം മുഴുവനായിട്ടും മഴവെള്ളം കൊണ്ട് ഇങ്ങനെ ഒരു പുഴ പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചുള്ള പരിപാടി നടക്കില്ല. പിന്നെ നമ്മുടെ സ്കൂളിലും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ കൊടി ഉയർത്തുന്ന ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി. സ്കൂളിൽ നമ്മൾ കൊടി എന്തായാലും ഉയർത്തും, അല്ലാതെ വലിയ ഫംഗ്ഷൻ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെയും സെയിം അവസ്ഥയിലായിരുന്നു നമ്മുടെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് മഴവെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ ഇറങ്ങി കളിക്കാൻ. പക്ഷേ സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഇറങ്ങി കളിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാനിങ്ങനെ ക്ഷമയോടെ നിന്നു. അവർ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ ബാല്യകാലത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു കൊതി ഒക്കെ കാണുമ്പോൾ വരും. ഈ കളിവെള്ളമൊക്കെ ഉണ്ടാക്കി കളിച്ച് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തും അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി ഇവിടെ നടക്കില്ല. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യം, അതായത് നമ്മുടെ JB സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യം സെയിം അവസ്ഥ തന്നെയാണ്. അവിടെയും മഴവെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. നല്ലൊരു വെയിൽ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു വെള്ളം നന്നായിട്ട് ഇറങ്ങി ഇവിടെ പഴയ പോലെ ആവുകയുള്ളൂ. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ കൊടിയുയർത്തുന്ന ചടങ്ങ് ജവഹർ നവോദയയുടെ ഗ്രൗണ്ടിലേക്ക് മാറ്റി. അങ്ങനെ അവിടെയുള്ള ആ ഒരു സൗകര്യത്തിൽ സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവനായിട്ടിരിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ആ ഒരു ക്യാമ്പസ് പോലെയാണല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഈ നോക്കിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നിന്നതുകൊണ്ട് എന്തായാലും ഒരു സ്ഥലം കണ്ടെത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് പിന്നെയും മഴവെള്ളം ഒന്നും ഇല്ലാതെ ഉള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ക്യാമ്പസിലേക്ക് നമ്മൾ പോയി. അങ്ങനെ ഇവിടെ വെച്ചായിരുന്നു ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ. ഫ്ലാഗ് ഹോസ്റ്റിങ്ങും ചീഫ് ഗസ്റ്റ് വരലും പിന്നെ നമ്മുടെ പരേഡും ഒക്കെയും നടന്നത് ഈ ഒരു അങ്കണത്തിലാണ്. ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ അവിനേഷ് കുമാർ IAS സെക്രട്ടറി എഡ്യൂക്കേഷൻ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ രാഹുൽ റാത്തോഡ് സാറും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടികൾ ആരംഭിച്ചു. ആദ്യത്തെ മെയിൻ ഇന്നത്തെ ഇനം എന്ന് പറയുന്നത് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ്. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ നമ്മുടെ ചീഫ് ഗസ്റ്റ് നടത്തി. അതിനുശേഷം പിന്നെ പരേഡായിരുന്നു. സ്കൂളിലെ കുട്ടികൾ, ജവഹർ നവോദയ, പിന്നെ പോലീസ്, ARBN അങ്ങനെയുള്ള ഫോഴ്സ് അവരുടെയൊക്കെ പരേഡ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തലസ്ഥാനം, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ദ്വീപിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിലാണ്. കാരണം അവിടുത്തെ പരേഡും കാര്യങ്ങളൊക്കെയും വളരെ മനോഹരമാണ്. ഒരു നാടിൻ്റെ തലസ്ഥാനമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വളരെ വിപുലമായ രീതിയിലുള്ള സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് മിനിക്കോയ് ദ്വീപിലാണ് എന്നാണ് എനിക്കറിയാവുന്നത്. കാരണം എൻ്റെ നാട്ടിലൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്.
പക്ഷേ മിനിക്കോയിൽ അത് ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു. ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാന നിമിഷമാണിത്. കാരണം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനായ ഇന്ത്യയുടെ ഒരു പൗരൻ്റെയും അഭിമാനവും അതോടൊപ്പം തന്നെ ഇത് ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടമയും കൂടിയാണ്. അപ്പോൾ ഈ ദിനം വളരെ സ്പെഷ്യലായിട്ട് വളരെ സമുചിതമായ രീതിയിൽ വിപുലമായ രീതിയിൽ കൊണ്ടാടുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ദിനം ആഘോഷിക്കുന്നതൊക്കെയും വളരെ രസകരമായ വളരെ മനോഹരമായ രീതിയിലാണ്. നമുക്കെപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതായിട്ട് ചീഫ് ഗസ്റ്റിൻ്റെ പ്രസംഗമായിരുന്നു. അദ്ദേഹം इंडिपेंडेंस और प्रशासन की ओर से मैं हमारे महान राष्ट्र भारत के 78वें स्वतंत्र दिवस के शुभ अवसर पर लक्षद्वीप के प्रत्येक नागरिक को हार्दिक बधाई और शुभकामनाएं देता हूं। स्वतंत्रता दिवस 1947 में ब्रिटिश औपनिवेशिक शासन के अंत का प्रतीक है। आज मैं उन सभी लोगों को सम्मान पूर्वक श्रद्धांजलि अर्पित करता हूं जिन्होंने हमारे स्वतंत्रता आंदोलन के दौरान योगदान दिया और अपने जीवन का बलिदान दिया। साथ ही उन ചീഫ് ഗസ്റ്റിനെയും നാട്ടുകാരെയും ഒക്കെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരൈറ്റം ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് ആ ഒരു ഐറ്റം അവതരിപ്പിച്ചത്. സ്കേറ്റിംഗ് ഷൂ കൊണ്ട് വളരെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത്. എന്തായാലും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ആ ഒരു വീഡിയോ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ആക്കാം.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. ഒന്നുകൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ബൈ. അസ്സലാമു അലൈക്കും.